എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് മലബാർ ടൂറിസത്തിൻ്റെ സാധ്യതകളും പ്രതീക്ഷകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗഹനമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ പ്രദേശം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്നും അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമൊക്കെ വിവിധ തരത്തിലുള്ള കപ്പലുകൾ നങ്കൂരമിട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ടൂറിസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ ആലോചിക്കേണ്ടത് ആ യാത്രയുടെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് എത്രത്തോളം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും മലബാറിനെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു മോഡലിലൂടെ നമുക്ക് എങ്ങനെ മലബാർ ടൂറിസത്തിനെ റീവാമ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനാ പരിസരത്ത് നിന്നാണ് ഈ ഒരു ചർച്ച ആരംഭിക്കുന്നത്. ആദ്യമായി ഈ ചർച്ചയിൽ ഒരു റൗണ്ട് ചോദ്യം നമ്മളെല്ലാവരോടും ചോദിക്കുന്നു. അവരതിനുള്ള ഉത്തരം പറയുന്നു. അതിനുശേഷം മറ്റുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് തുടരുന്നതാണ്. ആദ്യം ഡോക്ടർ സജി ഗോപിനാഥ്. നമുക്കറിയാം, കേരളത്തിലേക്ക് വരുന്ന ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് സഞ്ചാരികളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം പൊതുവെ കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി മലബാറിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെയും മലബാറിനെ ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായി വളർത്തുന്നതിനെയും സാറിന് ഒരു മാനേജറിയൽ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് എന്തൊക്കെ സജഷൻസാണ് പറയാനുള്ളത്? നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന് ടൂറിസം മാപ്പിൽ കേരളം എന്ന് പറയുന്നത് നന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ. നാഷണൽ ജോഗ്രഫിക് ഉൾപ്പെടെയുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ടൂറിസം പ്രൊമോട്ടിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നവരെല്ലാം കേരളത്തിനെ കുറിച്ച് പറയാറുള്ളതാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മലബാറിന് അതിൻ്റേതായ ഒരു പൈതൃകമുണ്ട്. ഇന്ന് ഈ നഗരമാണെങ്കിൽ ലിറ്റററി നഗരമാണ്. വളരെ പ്രശസ്തമായ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളൊരു അടുത്ത റീസെൻറ്റ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ട്രാവൽ സർക്യൂട്ടിനകത്ത് വരുന്നത് മിക്കവാറും എറണാകുളം, തിരുവനന്തപുരം, സൗത്ത് കേരളയാണ്. അതിൻ്റെ ഒരു കാരണം ഒരു കാലത്ത് ഉണ്ടായിരുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. വി ഡോണ്ട് ഹാവ് എ സ്പെസിഫിക് പ്ലേസ് ഫോർ അസ് ടു അട്രാക്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കോവളമുണ്ട്, അല്ലെങ്കിൽ മൂന്നാറുണ്ട്, ആലപ്പുഴയുണ്ട്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോക്കസ്ഡ് സാധനം ഉണ്ടായിരുന്നില്ല എന്നതും, മലബാറിൽ വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഒരു ക്യാൻവാസ് നമ്മുടെ കയ്യിലുണ്ട്. കലയുടെ ക്യാൻവാസ് ഉണ്ട്, ക്ഷേത്രകലകളുടെ ക്യാൻവാസ് ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. പക്ഷെ ഇവയൊക്കെ കോർത്തിണക്കിയ ഒരു സ്റ്റോറി നമുക്കുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഐ തിങ്ക് if you look at globally any part of the world, the tourism sector, there is always an inspiring story for people to go there. ആ സ്റ്റോറി നമുക്ക് ബിൽഡ് ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഡിജിറ്റലിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ ഡിസ്പറേറ്റ് ആയിട്ടുള്ള അസറ്റുകളെ നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല കൊണ്ടോ ഒരു ക്രോഡീകരിച്ച് പ്രസന്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഇന്നത്തെ പുതിയ മേഖലകൾ വഴി നമുക്ക് ആൾക്കാരുടെ എത്തുവാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള തത്വങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത പ്ലാറ്റ്ഫോമുകളോ എല്ലാം വഴി ഇത് എത്തിക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇതിൻ്റെ പാരലായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇന്നത്തെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വൻകിട കമ്പനികൾ മാത്രമല്ല. യു ഹാവ് ഹോം സ്റ്റേസ് ആൻഡ് യു ഹാവ് എയർബിഎൻബിസ് ആൻഡ് ഓൾ. ഇപ്പോൾ നമുക്ക് അടുത്ത എയർബിഎൻബിയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് മേഖലയിൽ ഏകദേശം 65% occupancy, which is actually much more than the global average of Airbnb as such, which means there are people who are coming. Number of properties increase ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഒരു ഡിജിറ്റലിൻ്റെ ഒരു പ്രാധാന്യം വരുന്നുണ്ട്. So digital should be used for two ways. One, to integrate all these things and present it to the world, and you should have a narrative to do that. Now the question is, who will do it? അത് ഒരു ഗവൺമെന്റ് ചെയ്യുമോ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്നോവേറ്റേഴ്സ് ഓണ്ടർപ്രണേഴ്സ് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വി ഹാവ് ഗുഡ് എക്സാമ്പിൾ ഓഫ് WTO in Wayanad, which has done a fantastic job of bringing the tourists over there. So maybe മലബാറിന് മൊത്തത്തിൽ അതുപോലെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടൂൾസ് ഇതിനെ പ്രത്യേകിച്ച് ഇപ്പോൾ AR VR ഒക്കെ മേഖലകളിൽ വളരെ വളരെ ഈ ഒരു
അനുഭേദ്യമാക്കുന്ന രീതിയിൽ, ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ്. ശങ്കർ രമേഷ് സാർ, നേരത്തെ സജി സാർ പറഞ്ഞതുപോലെ ഒരു നരേറ്റീവ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും മലബാറിൻ്റെ ചരിത്രവും മലബാറിൻ്റെ വൈവിധ്യമാർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വളരെ പ്രശസ്തമാണല്ലോ. അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ചരിത്രപരമായ ഒരു പുനരാവിഷ്കരണം മലബാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതൊരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായി വളർത്തുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുമെന്നാണ് ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ അഭിപ്രായം? Thank you for the question, and we're very thankful for DC to organize a platform where different brilliant minds come together as a confluence. ഒരുമിച്ചിരുന്ന് ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാക്കിയതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ടു കാലിക്കറ്റ് വാസ് ഇൻ ഏർലി 2000s. അത് വന്നത് ഒരു ടൂറിസം പേർപ്പസുമായിട്ടാണ് ഞാൻ ആദ്യം ഈ നഗരത്തിലേക്ക് വരുന്നത്. അത് അന്ന് ആ സമയത്ത് ലോഞ്ച് ചെയ്തൊരു മലബാർ ട്രാവൽ മാർട്ട് എന്ന് പറയുന്ന 2003 നടന്നൊരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് 2002 മുതൽ ഇവിടുത്തെ വലിയ സർവീസ് പ്രൊവൈഡേഴ്സ്, അത് ട്രാവൽ ആൻഡ് ടൂറിസം ഓപ്പറേറ്റേഴ്സ്, ഹോട്ടലിയേഴ്സ്, ഇവിടുത്തെ വ്യാപാരി വ്യവസായി സംഘടനകൾ, അങ്ങനെ ഇവിടെ ഒരു വലിയ ഒരു കൊമേഴ്ഷ്യൽ ബെൽറ്റ് ബേസിക്കലി ദേ കെയിം ടുഗെദർ ടു ഹാവ് എ തോട്ട് പ്രോസസ്. ആൻഡ് ഓൾസോ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആദ്യം അത് ലോഞ്ച് ചെയ്തത്. മിസ്റ്റർ സാറിന് ഓർമ്മയുണ്ടാവും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഇന്ന് നമുക്ക് 23 വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ എം ആക്ച്വലി സർപ്രൈസ് ആൻഡ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ കഴിഞ്ഞ 23 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. അത് നമ്മളതിൻ്റെ ഒരു ലാമെൻറ്റേഷൻ നടത്തുന്നതിനപ്പുറം ഇതിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്ന ബോട്ടിൽ നെക്സ്, ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ സ്ട്രഗിൾസ്, ഇതെല്ലാം കഴിഞ്ഞ 23 വർഷം കൊണ്ട് കോഴിക്കോട് നഗരത്തിനുണ്ടായ പരിണാമം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ആൻഡ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഇതിപ്പം നമ്മൾ വരുമ്പോൾ നമ്മൾ പഴയ പല ലാൻഡ്മാർക്ക് ബിൽഡിങ്സും കാണാൻ പറ്റുന്നില്ല. ഓഫ് കോഴ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ നഗരം കൂടുതൽ ആൾക്കാരെ ഒക്കുപ്പൈ ചെയ്യാൻ, അവരെ കണ്ടെയ്ൻ ചെയ്യാൻ, അവരിലേക്ക് കൂടുതൽ ഉണ്ടാക്കാൻ ഒക്കെ ഈ നഗരം പ്രാപ്തയായി കഴിഞ്ഞു. ഒന്ന്. രണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ വർക്ക് ചെയ്ത സിനിമകൾ കഴിഞ്ഞ് ഇതെൻ്റെ സെക്കൻഡ് ഹോമാണ് കോഴിക്കോട്. വളരെ ആദരവോടെ ഈ നഗരത്തിനെ കാണുന്ന ഒരു തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ സിനിമ ഉറുമി എന്നുള്ള സിനിമ ഞാൻ പ്ലേസ് ചെയ്തത് കണ്ണൂരിലാണ്. അതിൻ്റെ കാരണം, നമുക്കൊരു 350-400 years ഓഫ് ബ്ലാക്ക് ഔട്ട് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബ്ലാക്ക് ഔട്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ചരിത്രം ഒരു കൊളോണിയൽ അഗ്രഷൻ കാരണം ഇറേസ് ചെയ്യപ്പെട്ടു. അതായത് ഒരു സമുദായത്തിലെ ആണുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക, ഒരു പ്രദേശത്തെ സ്ത്രീകളെ മുഴുവൻ വംശഹത്യ, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ പ്രോസസ്സിന് ശേഷം അവശേഷിച്ച കുറച്ച് ആൾക്കാർ, അതും നമ്മളൊരു ടമൾട്ടസ് പീരീഡ് ഓഫ് സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ മേഖല നടത്തിയ എല്ലാത്തിനും ശേഷം ഒരു റിവൈവൽ ഉണ്ടായ സംഗതി. ഞാൻ ജസ്റ്റ് കമ്മിങ് ടു ദ പോയിന്റ്, ഈ എൻറ്റയർ സെഷനിൽ നിന്നുള്ള ടേക്ക് അവേസ് ഞാൻ ആദ്യം പറയാം. അതായത് എനിക്ക് പറയാനുള്ള പോയിന്റുകൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആ നറേറ്റീവിലേക്ക് കിടക്കാം. നമുക്ക് ഇതിനൊരു വിഷ്വൽ ഹിസ്റ്ററി ഇല്ല. ആസ് ഓഫ് നൗ ഇറ്റ് ഇസ് ഇൻ അവർ ഇമാജിനേഷൻ. നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്, പാട്ടുകളിലുണ്ട്, അൺബിലീവബിൾ റിസർച്ച് നടന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ സദസ്സിൽ എനിക്ക് കാണാൻ പറ്റുന്ന, എനിക്ക് നേരിട്ട് മുഖം കൊണ്ടും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ഈ ഓഡിയനിലുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന, എന്നാൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഇന്നർ വേൾഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എന്നെ അടുത്ത കാലത്ത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ 2 പേർ എന്നോടൊപ്പം ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അതിലൊന്ന് ശ്രീ സന്ദേശ്, ഹി ഹെഡ്സ് ദ റിസർച്ച് ഓഫ് ULCCS, and Sri Prasad, who is actually heading the Vellar Arts and Crafts Village in Trivandrum, but also is an integral part of ULCCS. ഇവരുടെ 2 പേരുടെയും വർക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഐ എം സോ ഹാപ്പി ദാറ്റ് ദേ ഹാവ് ആക്ച്വലി കം ഔട്ട് ഓൺ ദിസ് പ്ലാറ്റ്ഫോം ടു വോയിസ് ആൻഡ് ബി ദ ഫേസ് ഓഫ് വാട്ട് ഇസ് മലബാർ ടൂറിസം. കാരണം അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ ആണ്. ആൻഡ് അത് പക്ഷേ ഒരു പബ്ലിക് ഫോറത്തിൽ ഇതിനു മുമ്പ് സംസാരിക്കപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ ഒരു മെറിറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഔട്ട്സൈഡറാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ടൂറിസം പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2015 മുതൽ ഞാൻ ആക്ച്വലി ഹാവ് ബീൻ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേറ്റിംഗ് നറേറ്റീവ്സ് ഫോർ മ്യൂസിയംസ്. കാരണം
ഒരു ഡിസ്പ്ലേ എക്സിബിഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മ്യൂസിയം ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആയി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടുമുള്ള മ്യൂസിയംസ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ളതിന് പകരം സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ട് മാറിയ സ്ഥിതിക്ക് ഐ ഹാപ്പൻ ടു വിസിറ്റ് കപ്പിൾ ഓഫ് മ്യൂസിയം എസ്പെഷ്യലി ഇൻ ജർമ്മനി, വത്തിക്കാൻ, റോം, വെനിസ്, അതുപോലെ സ്വിറ്റ്സർലാൻഡ്. എൻ്റെ മറ്റൊരു സിനിമ ചെയ്ത മൈ സ്റ്റോറി ചെയ്തത് നമ്മൾ പോർച്ചുഗൽ ലിസ്ബണിലാണ് നമ്മൾ ചെയ്തത്. സോ ഇവിടെയുള്ള മ്യൂസിയംസിൽ വന്ന നെറേറ്റീവ്സിലുള്ള മാറ്റം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഡിജിറ്റൽ. അതായത് QR കോഡ് സ്കാൻ ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു ഹിയർ എ വോയിസ്, യു ക്യാൻ സീ ദ വിഷ്വൽസ്. ആൻഡ് ഓൾസോ നമ്മൾ ഇതിൻ്റെ ഒരു സംഗതി നമ്മൾ ഇതിലേക്ക് പോയപ്പോൾ നമ്മൾ കണ്ണൂർ ഇപ്പോൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ഞങ്ങൾ പോവുകയും അവിടെ EK Nayanar മെമ്മോറിയൽ മ്യൂസിയം ഞങ്ങൾ ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ അതിൽ 2 ഗാലറീസ് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. ഇറ്റ്സ് വാസ് ഓൺ എൻ എക്സ്പെരിമെൻ്റൽ ബേസിസ്. പക്ഷേ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഇതൊന്നും റെക്കോർഡഡ് അല്ല. അതായത് ഞങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ല. ഒരു മെറ്റീരിയൽ കളക്ഷൻ ഡ്രൈവ് നമ്മൾ എത്രത്തോളം ചെയ്തിട്ടും ഇപ്പോൾ യശശരീരനായ ആദരണീയനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അദ്ദേഹം നയിച്ച ഒരു ഡ്രൈവിന് ശേഷം പോലും പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് ഒരു മെറ്റീരിയൽ ഇങ്ങോട്ട് വരുന്നില്ല. അതായത് നിങ്ങളുടെ കല്യാണ ആൽബം ആക്ച്വലി നിങ്ങളുടെ മുത്തശ്ശൻ്റെ കല്യാണ ആൽബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ കല്യാണ ആൽബം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിനെ പുനരാവിഷ്കരിക്കുന്നതിൽ നമുക്കുണ്ടായ ഒരു വലിയ വാക്വമാണ് ഇവിടുത്തെ സ്റ്റുഡിയോസ്, നമുക്കുണ്ടായിരുന്ന വീഡിയോ ലൈബ്രറീസ്, ഇതെല്ലാം നശിച്ചുപോയി. അതായത് വി ഡോണ്ട് പ്രിസർവ് അവർ ഹിസ്റ്ററി. സോ ഐ ബേസിക്കലി ബിലീവ് എവറി ഹൗസ് ഒരു ഹൗസ് ഹോൾഡിൽ ആദ്യം ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ ഒരു മെമ്മറി ക്രിയേഷൻ, നമ്മളൊരു ചെറിയ ഒരു പ്രിസർവേഷൻ നമുക്ക് ഉണ്ടാവണം. പ്രൈമറിലി എവരിവൺ. ദാറ്റ്സ് മൈ ഫസ്റ്റ് ടേക്ക്. സെക്കൻഡ് തിങ് ഇസ് നമുക്ക് മുത്തശ്ശിമാരുണ്ടായിരുന്നു, നമുക്ക് ഈ കഥകൾ പറഞ്ഞു തരാൻ മുതിർന്നവരുണ്ടായിരുന്നു. നമ്മൾ ഒരു സ്റ്റഡി സർക്കിൾ പോലെയുള്ള സ്ഥലങ്ങളിലിരുന്ന് ലൈബ്രറി, വായനശാല തുടങ്ങിയ സ്ഥലങ്ങളിൽ ജ്യേഷ്ഠന്മാർ ഇരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് സാധനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫിസിക്കലി ഉണ്ടായിരുന്നു. ഈ ഫിസിക്കൽ സ്റ്റോറി ടെല്ലിങ്ങിനെ നമ്മളൊരു ഇമാജിനറി സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് കൊണ്ടുപോയപ്പം ചരിത്രപരമായ സിനിമകൾ എത്ര എണ്ണം ഉണ്ട് മലയാള സിനിമയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ അല്ല ഞാൻ പറയുന്നത്, ഹിസ്റ്റോറിക്കലി ടച്ച് ചെയ്യുന്ന ഇമാജിനേഷൻ അപ്പുറത്തേക്കുള്ള ഇല്ല. അതുകൊണ്ടാണ് ഒരു ഉറുമി പോലൊരു സിനിമ നമ്മൾ ചെയ്തിട്ട് രണ്ടാമതൊരു സിനിമ ഉണ്ടാക്കാൻ അതിന് വലിയ മുതൽ മുടക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒരു വെർജിലാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സിനിമ നമ്മൾ സംഭവിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ മുതൽ മുടക്കിട്ട് വലിയൊരു സെറ്റ്, അതിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസ്, അതിന് വേണ്ടിയിട്ട് റിസർച്ച്, അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, ആഭരണങ്ങൾ, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദ ഫിലിം ഇറ്റ്സ് ഫോർഗോട്ടൻ. So what we are trying to do is that basically we are trying to be part of ELCC's movement where we are going to create a 16th century Malabar village. നിങ്ങൾക്ക് 16-ാം നൂറ്റാണ്ടിലെയോ 17-ാം നൂറ്റാണ്ടിലെയോ 18-ാം നൂറ്റാണ്ടിലെയോ ഒരു സാധാരണ ജീവിതം എങ്ങനെ അനുഭവിക്കാൻ പറ്റും, ഫിസിക്കലി അനുഭവിക്കാൻ പറ്റും, അതിൻ്റെ ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് നമ്മൾ പുറത്ത് ലോകത്തിലേക്ക് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഫിസിക്കലി അനുഭവിക്കാത്ത ഒന്നിൻ്റെയും ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് നമുക്ക് പാൽപ്പബിൾ അല്ല ഇപ്പം നിലവിൽ, നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇതിനകത്ത് ദ തേർഡ് ടേക്ക് അവേ വിച്ച് ഐ വോണ്ട് ടു ടെൽ, അത് കഴിഞ്ഞ് എനിക്ക് 5 പോയിന്റുകളാണ് പറയാനുള്ളത്. ഇതിൽ മൂന്നാമത്തെ പോയിന്റ് 2018 കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്ത് US-ലുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ദേ റീച്ച്ഡ് ഔട്ട് ടു ക്രിയേറ്റ് എ ഡോം. അതായത് ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്പേസ്, ഇങ്ങനൊരു സ്പേസ്, ഈ സ്പേസിനുള്ളിൽ നമ്മളൊരു 360 ഡിഗ്രി ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി. ദെൻ കോവിഡ് കെയിം and COVID actually accelerated this idea. കാരണം people's travel options were cut. and അദ്ദേഹം ചെയ്തിരുന്നത് കേരളത്തിനെ എങ്ങനെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ വള്ളം കളി അല്ലെങ്കിൽ ഇവിടുത്തെ പൂരം അല്ലെങ്കിൽ ഇവിടുത്തെ ഓണം, ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഇതെങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പേസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനാകും. അതിനോടൊപ്പം ചേർന്ന് അനുബന്ധമായി ഫുഡ് ഫെസ്റ്റിവൽ, മ്യൂസിക് ഫെസ്റ്റിവൽ, ഇവിടെ നിന്നുള്ള ചെറിയ ഒരു ഓബ്ജക്ട്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. ആൻഡ് ദേ വിൽ റൺ ദിസ് പ്രോഗ്രാം ഫോർ 6 months ആൻഡ് ദെൻ ദേ വിൽ ഷിഫ്റ്റ് ദ ഫോക്കസ് ടു അനദർ കൺട്രി. ഫോർ എക്സാമ്പിൾ ഒരു ബ്രസീൽ, ഫോർ എക്സാമ്പിൾ വാരണാസി, ഫോർ എക്സാമ്പിൾ കെനിയ, ഒരു വൈൽഡ് ലൈഫ് പോലെ. അപ്പം ഡോം റിമെയിൻസ് ദ സെയിം, ദ ഇൻഫ്രാസ്ട്രക്ചർ റിമെയിൻസ് ദ സെയിം, only the content they will actually outsource. So basically when you talked about the digital experience, people don't need to travel to experience, but we give a visual brochure
which will be an invitation to reality where they can really come and experience this. So this dome will be a high-end place where without the use of Oculus or any ഒരു third ഇതില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ നേക്കഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സംഗതി, which is actually reality today in Los Angeles, Burbank, it functions. And even in small cities like Chennai, there are domes, but they are telling the stories of Aladdin. അവർ എന്താണ് കുട്ടികളെ ആകർഷിക്കുന്ന തരം കഥകളാണ് ചെയ്യുന്നത്. അതിലേക്ക് ടൂറിസത്തിന് തീർച്ചയായിട്ടും വരാവുന്നതാണ്. The fourth takeaway is, which I really wanted to tell you people is that നമ്മളുടെ സ്കൂളുകളിലെ ചരിത്ര പഠനം എന്ന് പറയുന്നത് വളരെ ചെറിയ തരം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ശരിക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. So basically you cut off the interest to history or storytelling right at the കടക്കൽ വച്ചാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രത്തിനുള്ള ആഭിമുഖ്യം, അതായത് നമ്പർ ഓഫ് ഷീറ്റ്സ് കൂടിയാൽ മാർക്ക് കൂടുതൽ കിട്ടും, 35 പേജ് 40 പേജ് എഴുതിയാൽ നിങ്ങൾ പാസ്സാവും എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ സോഷ്യൽ റിഫോംസ് പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത്? ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ശരിക്കും നമ്മുടെ സ്കൂളുകളിൽ അവർക്ക് കുട്ടികളെ നമ്മൾ ക്ലാസ് മുറികൾക്ക് നിന്നല്ലാതെ പ്രാദേശികമായ ചരിത്രം, അവർ നിൽക്കുന്ന സ്ഥലത്തെ ലോക്കൽ ഹിസ്റ്ററി, അത് നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഒരു അവിടെയുള്ള ഇപ്പോൾ ഒരു കുറ്റിച്ചിറയുള്ള മിഷ്കാൽ പള്ളിയെക്കുറിച്ച് എന്നോട് കഴിഞ്ഞ ദിവസം വളരെ അടുത്ത ഒരു സുഹൃത്ത് ശ്രീ KS ശബരിനാഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റിലാക്സ് ചെയ്യാനായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറ്റിച്ചിറയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിൽ വന്നിരുന്നിട്ട് ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത്? അപ്പോൾ ബേസിക്കലി മിഷ്കാൽ പള്ളിയും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബാവുട്ടിയുടെ നാമത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ സിനിമകൾ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റിച്ചിറ എത്രത്തോളം പ്രിസർവ്ഡ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ അതിന് ചുറ്റും 4 വലിയ വീടുകളുണ്ട്, വിച്ച് ഇസ് ലൈക്ക് മുസ്ലിം തറവാടുകളാണ്. ആ 4 വീടുകളിൽ ഏകദേശം 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ 400 കുടുംബങ്ങൾക്ക് 40,000 കഥകളുണ്ട്. ഈ കഥകൾ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇറേസ്ഡ് ആവും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പെർട്ടിക്കുലർ സ്പേസ് തൊട്ട് വെള്ളയിൽ വരെയുള്ള കോഴിക്കോടിൻ്റെ സ്ഥാനത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ, ഇവിടുത്തെ ഗുജറാത്തി കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആകുന്നത്, അത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള തട്ടുംപുറങ്ങളിൽ മാളികപ്പുറങ്ങളിൽ ഇവിടെ ആൾക്കാർ ഉണ്ടായിരുന്നു, ആ പാട്ടുകൾ സജീവമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മെൻറ്ററിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാനായി എന്നുള്ളതാണ്. അപ്പോൾ പ്രാദേശിക ചരിത്രത്തിനെക്കുറിച്ച് കുട്ടികൾക്ക്, അതൊരു ക്ഷേത്രത്തിനെക്കുറിച്ചാവാം, അതൊരു പള്ളിയെക്കുറിച്ചാവാം, അതൊരു ഒരു വിദ്യാലയത്തിനെ കുറിച്ചാവാം. എന്തിനധികം പറയുന്നു, നമുക്ക് എന്നെ സന്ദേശ് ബ്രോ കൊണ്ട് കാണിച്ചൊരു സ്ഥലമുണ്ട്, മുജുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പർട്ടിക്കുലർ ജാമിതീയമായ രീതിയിൽ നിർമ്മിച്ചൊരു ക്ഷേത്രക്കുളമുണ്ട്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഒന്നും നമുക്ക് ഒരുപക്ഷെ, അതായത് ഇതിൻ്റെയൊക്കെ മുഴുവൻ നോളജ് ഇവർക്കുണ്ടെങ്കിലും മുജുകുന്ന് പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു അൺബിലീവബിൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ടുകളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയത്തില്ല. സോ ഞങ്ങളുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്, ഫോർത്ത് ടേക്ക് അവേ ഈസ് ടു ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ഈ പ്രാദേശിക ചരിത്രത്തിനെ കുറിച്ച്, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ചെറിയ കഥകളെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അസൈൻമെൻറ്റ്സ് കൊടുക്കാൻ, അതിനെക്കുറിച്ച് റീലുകൾ ഉണ്ടാക്കാൻ, അതിനെക്കുറിച്ച് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കേരളത്തിൽ എമ്പാട് നിന്നും നമുക്കൊരു വിഷ്വൽ ഒരു ഡിക്ഷണറി or this we can create through the eyes of a child, how they see the history from their perspective എന്നുള്ളത് ഈ വലിയ കോടികൾ കൊടുത്ത് ഒരു വലിയ സിനിമാറ്റോഗ്രാഫറിനെയോ ഡയറക്ടറിനെയോ കൊണ്ടുവന്നത് ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു ചൈൽഡിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ അവനത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു സിനിമാ പ്രൊമോഷൻ പോയപ്പോൾ അതിൽ ശ്രീ മമ്മൂട്ടി ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്ന ഒരു സിനിമയുടെ പ്രൊമോഷനാണ് പോയത്. അവിടെ ഒരു ചെറിയ കുട്ടിയെ, റോസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഇതൊരു ചെറിയ കുട്ടിയാണ് വന്നിട്ട് ആ കുട്ടി ഇദ്ദേഹത്തിന് വിടുന്നില്ല, ഈ കുട്ടി സംസാരിക്കുക. ആ കുട്ടി ആ സിനിമയ്ക്ക് കൊടുത്ത ഒരു മിനിറ്റിലുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ എൻറ്റയർ ഷോയെ സമ്മപ്പ് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. അത്രയും, കാരണം ഇന്നസെൻസ്, നിഷ്കളങ്കമായി നമുക്ക് സമീപിക്കണമെങ്കിൽ കോഴിക്കോട്ടുകാരനായ ഒരു സാധാരണക്കാരനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും നിഷ്കളങ്കത കാണാൻ പറ്റും. ഇവിടെയുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ നിഷ്കളങ്കത ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് പറയാൻ പറ്റും. സോ അത് എന്നെ ഇന്ന് ഈ സ്പേസിലേക്ക് കൊണ്ടുവന്നൊരു ഓട്ടോക്കാരൻ, അയാൾ പറഞ്ഞത് വെളിയിൽ നിന്ന് വന്ന ഒരു നമ്മൾ അവരെ വിളിക്കുക
അതിഥി തൊഴിലാളി എന്നാണ് വിളിക്കുന്നത്, നമ്മൾ അതിഥി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവൻ ഈ ഓട്ടോയിൽ കയറിയിട്ട് ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ ഈ ഓട്ടോക്കാരനെ വിളിച്ച ഹിന്ദിയിലുള്ള സാധനം മനസ്സിലാക്കാനുള്ള മാന്യത ഉണ്ടായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ആരുടെയും അമ്മയെ അച്ഛനെയും കുറിച്ച് പറയാൻ പാടില്ല എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി, അവന് പടച്ചോൻ കൊടുത്തോളും എന്നാണ് അയാൾ പറഞ്ഞത്. അതാണ് കോഴിക്കോടിൻ്റെ നന്മ. അതുകൊണ്ട് ഈ കോഴിക്കോടിൻ്റെ ഹോസ്പിറ്റാലിറ്റി, കോഴിക്കോടിൻ്റെ ഭക്ഷണം, കോഴിക്കോടിൻ്റെ പാട്ട്, ഇത്തരം കാര്യങ്ങൾക്കാരോട് ഇത് കോഴിക്കോട്ടുകാർ കാണിക്കുന്ന അതേ ഇന്നസെൻസ് അത് നമുക്ക് മറ്റിടങ്ങളിലേക്കും കൂടെ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ നമുക്ക്, അതായത് ദ ഹോസ്റ്റാണ് ശരിക്കും ചേഞ്ച് വരേണ്ടത് ഹോസ്റ്റിലാണ്, നമ്മൾ ഗസ്റ്റിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്. സോ ഐ എം ഷുവർ നമ്മളിപ്പോൾ ഇവിടെ ഒരു വർഷത്തിലൊരിക്കൽ ആറ്റുകാൽ പൊങ്കാല വരണം തിരുവനന്തപുരത്തുകാർ അവരുടെ വീട് തുറന്നിടാൻ. ഇവിടെ പക്ഷേ 365 ദിവസവും പൊങ്കാല നടക്കുന്ന സിറ്റിയാണ്. 365 ദിവസവും നിങ്ങൾക്ക് ഏത് കോഴിക്കോട്ടുകാരൻ്റെ വീട്ടിൽ കയറി പോയിട്ടും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ ഇതാവുകയോ ചെയ്യാം. സോ ദീസ് ആർ ദ 5 things which I want to say. Thank you. മേ ബി നമ്മൾ ഈ ചർച്ചയിൽ മൊത്തം കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് സാർ ഒറ്റ പോയിന്റിൽ പറഞ്ഞത്. ഏതായാലും അതിൻ്റെ ഒരു ത്രെഡും ഒരു സ്റ്റോറിയും കൂടി നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ടൂറിസം, മലബാർ ടൂറിസത്തിനെ പുനരാലോചന നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ ULCCSൻ്റെ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ കാര്യമായ ട്രാൻസ്ഫോർമേഷൻ മലബാറിൽ കൊണ്ടുവരാൻ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ച ULCSൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ഒരു ടൂറിസം മേഖലയിലും ഒരു സഹകരണ വിപ്ലവത്തിന് സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ULCS നേരത്തെ ശങ്കർ സാർ പറഞ്ഞതുപോലെ ഏത് രീതിയിലുള്ള റോളാണ് വഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. പ്രസക്തമായ വാക്കുകൾ ഇനിയും ഇവരിൽ നിന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഒരു പോയിന്റ് മാത്രം പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ULCCSനെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും സാമൂഹികമായ ഒരു പ്രഷർ, സോഷ്യൽ പ്രഷറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ജനനം, അതിൻ്റെ പരിണാമം, അതിൻ്റെ വൈവിധ്യവൽക്കരണം. ആന്തരികമായ ഒരു ചർച്ചേൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഇനി ഇന്ന മേഖലയിലേക്ക് കടക്കാം എന്നുള്ളൊരു രീതിയല്ല ULCCS അതിൻ്റെ 100 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും പിന്തുടരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വാഗ്ബടാനന്ദ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന ജാതി വിരുദ്ധ സമരത്തിലുണ്ടായ ഒറ്റപ്പെടലുകൾ, അതുണ്ടാക്കിയ സാമൂഹ്യ ഐക്യത്തിൻ്റെ അന്തരീക്ഷം, അതൊക്കെയാണ് ULCCSന് ജന്മം നൽകിയത്. അതൊരു സോഷ്യൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. അത് ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ പഠിക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ, ബാങ്കുകളൊക്കെ അന്ന് പലരും കോപ്പറേറ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടൊരു കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങേണ്ടി വന്നു, തുടങ്ങാനുള്ള തോന്നൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു സംഗതിയാണ്. സൂക്ഷ്മമായി ആഴത്തിൽ നോക്കുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ബേസൽ മിഷൻ്റെ പ്രസക്തിയുണ്ട്. അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ വയനാട്ടിലെ റോഡ് വർക്കിന് പോയിരുന്നു, ട്രേഡിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന് അത് സാധ്യമായത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യം എന്ന നിലയിലാണ്. അത് കൂടുതൽ വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തത്, വളർന്നത് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴും അതൊരു സൊസൈറ്റിയൽ നീഡ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നീട് ചെയർമാനൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഒരു 3ാം തലമുറ 4ാം തലമുറ തൊഴിലാളികൾ വന്നപ്പോൾ നമ്മളെ ഇൻഡസ്ട്രി, ആളുകളുടെ ആഗ്രഹം മാറി. അവരുടെ മക്കൾക്ക് എല്ലാവർക്കും റോഡോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലോ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അപ്പോൾ ആ ഒരു ആംബിഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സൈബർ പാർക്ക് തുടങ്ങി. അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു ബിസിനസ് അല്ല ഒരു തരത്തിലും. അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തിന്, തൊഴിലാളികളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സൈബർ പാർക്ക് തുടങ്ങി. ഇപ്പോൾ ഏറ്റവും രസകരമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് ULCCS ഒരു LP സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. അത് നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് 130ഓളം കൊല്ലം പഴക്കമുള്ള ഒരു സ്കൂൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ജനങ്ങളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പോയിന്റ് ഞാൻ ചുരുക്കുകയാണ്. ചരിത്രപരമായി തന്നെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും, കൂടുതൽ മേഖലയിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും, ഇൻഫ്രാസ്ട്രക്ചറിലുള്ള അതിൻ്റെ അനുഭവങ്ങളെ മുൻനിർത്തിയും, രണ്ട് ക്രാഫ്റ്റ് വില്ലേജുകൾ നടത്തിയിട്ടുള്ള പരിചയത്തിനെ മുൻനിർത്തിയും ULCCS ഒരു ടൂറിസത്തിലേക്ക് കൂടുതൽ ഫോക്കസോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഡയറക്ടർ ബോർഡിൻ്റെയും ചെയർമാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ബാക്കി കാര്യങ്ങൾ
ശ്രീപ്രസാദ്, കേരള സർക്കാരിന് വേണ്ടി 2 ക്രാഫ്റ്റ് വില്ലേജുകൾ ULCS ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിലൊരു ക്രാഫ്റ്റ് വില്ലേജിൻ്റെ CEO എന്ന നിലയിൽ മലബാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ ട്രഡീഷണൽ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആർട്ട് ഇതിനെയൊക്കെ പ്രതിനിധീകരിച്ചു വൈവിധ്യമാർന്ന ഒരു ട്രഡീഷണൽ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലമാണ് മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്ലോബൽ ടൂറിസം മാപ്പിലേക്ക് മലബാറിനെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ സജഷനാണ് താങ്കളുടെ, ഇപ്പം റാഗ്ബാഗ് പോലുള്ള ഇൻ്റർനാഷണൽ പെർഫോമൻസ് ഫെസ്റ്റിവലൊക്കെ കോവളത്ത് നടത്തിയ ഒരു അനുഭവത്തിൽ നിന്നും ഏത് രീതിയിലാണ് നമുക്ക് മലബാറിലെ ആർട്സിനെയും ക്രാഫ്റ്റിനെയും ഒരു ഗ്ലോബൽ ഓഡിയൻസിന് പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി കഴിയുക? താങ്ക് യു നജീദ്. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും മലബാറിൻ്റെ സാധ്യതകളെപ്പറ്റി വിശദമായി തന്നെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. മലബാറിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബീച്ചസ് ഉണ്ട്, ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, ആർട്സ് ഉണ്ട്, പെർഫോമിംഗ് ആർട്സ് ഉണ്ട്. ഈ 2 പ്രൊഡക്ട്സിലും ടൂറിസം എന്ന് പറയുന്നത് നമുക്കെന്ത് വരുന്ന സഞ്ചാരികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ റിച്ചായ 2 പ്രോഡക്റ്റ്, ക്രിയേറ്റീവായ 2 പ്രോഡക്റ്റ് മലബാറിനെ സംബന്ധിച്ച് വളരെ ഭംഗിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു അസറ്റായി നമ്മുടെ കൂടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹാൻഡിക്രാഫ്റ്റ് ആണ്. നമ്മൾ പാലക്കാട് നിന്ന് തുടങ്ങിയാൽ പാലക്കാട്ടെ തോൽപ്പാവക്കൂത്തിൻ്റെ ക്രാഫ്റ്റിംഗ്, അത് കഴിഞ്ഞ് വെള്ളിനേഴിയിൽ വന്നു കഴിഞ്ഞാൽ കഥകളിക്കോപ്പ് നിർമ്മിക്കുന്ന മനോഹരമായ ഒരു വില്ലേജ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ബേപ്പൂരേക്ക് വന്നാൽ നമ്മുടെ ഒരു പിന്നെ വ്യാപാരത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഉരു നിർമ്മാണം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കോഴിക്കോടേക്ക് പിന്നെയും യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് കൊയിലാണ്ടിയിലെ ഹുക്ക നിർമ്മാണം പോലെ, കണ്ണൂരിലേക്ക് എത്തുന്ന സമയത്ത് തെയ്യത്തിൻ്റെ നിർമ്മാണങ്ങൾ, കാസർഗോഡേക്ക് എത്തുന്ന സമയത്ത് വിപുലമായ കൈത്തറി പോലെ, തലങ്കര തൊപ്പി പോലെയുള്ള, വയനാട്ടിലെ ബാംബു ഉൽപ്പന്നങ്ങൾ പോലെയുള്ള ഒരു പിടി ഉൽപ്പന്നങ്ങൾ, വളരെ ക്രിയേറ്റീവായ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ക്രാഫ്റ്റ് വില്ലേജ് ഇതിലെടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്, ഒരു ആർട്ട് ലവറായ ഒരു സഞ്ചാരി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങൾ മൊത്തത്തിൽ ട്രാവൽ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഒരു അംബ്രല സ്പേസിനുള്ളിൽ, വളരെ ക്രിയേറ്റീവായ ഒരു സ്പേസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളത്തിൻ്റെ ഹെറിറ്റേജ് കൾച്ചർ മുഴുവൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. കണ്ടുപോവുക എന്നതിലുപരിയായി നിങ്ങൾക്കതിൽ ഇടപെട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിങ്ങളെ അടയാളപ്പെടുത്തി പോകാൻ പറ്റുന്ന സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഗവൺമെൻറ്റും ഊരാളുങ്കലും ഈ 2 ക്രാഫ്റ്റ് വില്ലേജുകൾ നടത്താൻ വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് എടുത്തൊരു നിലപാട്. അത് വളരെ ഭംഗിയിൽ വടകര കേന്ദ്രീകരിച്ച് സർഗാലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൂടി വരുന്ന സമയത്ത് ഇതൊരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായിട്ട് മാറും. അതിൻ്റെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളാണ് ശങ്കർ സാർ. അദ്ദേഹം അത് അടുത്തൊരു ചർച്ച വരുന്ന സമയത്ത് പറയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് സർഗാലയ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ മലബാറിൻ്റെ ടൂറിസം സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ്. ക്രാഫ്റ്റിങ്ങിൽ വളരെ സീരിയസ് ആയ ഇടപെടൽ സർഗാലയ നടത്തി പോകുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ അതേ രീതിയിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ കൂടെയാണ് മലബാറിൻ്റെ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന വളരെ യുണീക്കായ ഒരു സാധ്യതയെ കൂടി ഉപയോഗപ്പെടുത്താൻ ഈ ക്രാഫ്റ്റ് വില്ലേജ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഫേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിൽ തെയ്യം പോലെ, തോൽപ്പാവക്കൂത്ത് പോലെ, നമ്മുടെ തിറയാട്ടം പോലെയുള്ള ഒരുപാട് ട്രഡീഷണലും ട്രൈബലും റിച്വലും ഒക്കെ ആയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ മുമ്പിലേക്ക് ആ ട്രഡീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ നമ്മുടെ ഒരു കൾച്ചർ പ്രിസർവ് ചെയ്യാനുള്ള വളരെ സീരിയസ് ആയ ഇടപെടലുകളാണ് ഈ 2 ക്രാഫ്റ്റ് വില്ലേജസും ചെയ്യുന്നത്. അതിലാണ് റാഗ്ബാഗ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടതാവുന്നത്. അതിൻ്റെ ഒരു എഡിഷനാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഈ വർഷാവസാനത്തോടു കൂടി കോഴിക്കോട് കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
അതിൽ കഴിഞ്ഞ തവണത്തെ ആ പെർഫോമൻസിലേക്ക് എനിക്ക് തോന്നുന്നു 10ഓളം രാജ്യങ്ങളാണ്. അത് പെർഫോമിംഗ് ആർട്സിൻ്റെ, ഫുഡിൻ്റെ, സ്പെക്ടക്കിൾസിൻ്റെ, അങ്ങനെ പല വിധത്തിലുള്ള കൂടിച്ചേരകളുടെ ഫെസ്റ്റിവലായിട്ടാണ് ഞങ്ങളത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ സാധ്യത നമുക്ക് മലബാറിൽ ഈ പറഞ്ഞ കൾച്ചറൽ കോമ്പണൻസിനെ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ ഓണം സമയത്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. മാവേലിക്കസ് എന്ന് പറയുന്ന ഓണം വാരാഘോഷം അതിൻ്റെ ക്യൂറേഷൻ ചെയ്തത് ഞങ്ങളായിരുന്നു. ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖരായ ആർട്ടിസ്റ്റുകളെ ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ എടുത്തിരുന്നു. ഇറ്റലിയിൽ നിന്നുള്ള പെർഫോമൻസ് വരെ കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നു സിദ് ശ്രീറാം, ജനിത ഗാന്ധി, റഫ്താർ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ പെർഫോമൻസിന് വേണ്ടി വന്നു എന്നുള്ളതും അവർ മലബാറിനെ പരിചയപ്പെട്ടു എന്നുള്ളതും ആ ഫെസ്റ്റിവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ആ രീതിയിലുള്ള ഫെസ്റ്റിവലുകളും ആ രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സും ഈ 2 ക്രാഫ്റ്റ് വില്ലേജുകളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഭംഗിയായി ഇനി വരുന്ന കാലഘട്ടത്തിൽ നടത്തും. അത് മലബാർ ടൂറിസത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആയി ഈ സർഗാലയം മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ തർക്കവുമില്ല. അതിൽ ഈ പറയുന്ന ജനങ്ങളുടെ കൂട്ടായ്മ കൂടി ഉണ്ടാകുന്ന സമയത്ത് അതൊരു വലിയ ഇനീഷ്യേറ്റീവായി മാറും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു റൗണ്ടിനും കൂടി സാധ്യതയുള്ളതുകൊണ്ട് സജി സാറോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, നമ്മളിപ്പം മലബാറിൻ്റെ അനുഭവങ്ങൾ പലരും ചർച്ച ചെയ്തതുപോലെ പുഴകൾ, മലകൾ, കാടുകൾ, അങ്ങനെ വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. അപ്പം നമ്മൾ സാർ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടൂറിസം സർക്യൂട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ മലബാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ വരാൻ പോകുന്നത് എന്ന ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മളൊരു യുണീക്ക് മോഡൽ ഇത്തരത്തിലൊരു മലബാർ ടൂറിസത്തിന് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മലബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായുള്ള സഹകരണ സംഘങ്ങൾ ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി സാധ്യത ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു യുണീക്കായിട്ടുള്ള മോഡൽ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി മലബാറിൻ്റെ ടൂറിസം കോണ്ടെക്സ്റ്റിലുണ്ടോ എന്നുള്ള 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് ഒരു ഏത് തരം ടൂറിസ്റ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നേരത്തെ ശ്രീപ്രസാദ് പറഞ്ഞതുപോലെ ഒരു ആർട്ടും കൾച്ചറും ലവ് ചെയ്യുന്ന ഒരാൾ ആ ക്രാഫ്റ്റ് വില്ലേജിനെ എന്തായാലും തേടി വരും. കാര്യം ഒരു ലൊക്കേഷനിൽ തന്നെ കേരളത്തിലെ മുഖ്യമായിട്ടുള്ള കലകൾ വരുന്ന ഒരു സ്പേസ് അതിന് അടുത്ത ലെവലിലേക്ക് വളരുകയും ചെയ്യാണ്. അതുപോലെ തന്നെ ഇന്ന് ലോകത്തെ 2ാമത്തെ കോപ്പറേറ്റീവായിട്ടാണ്, വേൾഡ് റാങ്ക്ഡ് കോപ്പറേറ്റീവാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അതിനെ കോപ്പറേറ്റീവ് മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കോ ഊരാളുങ്കൽ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു ജനറൽ പബ്ലിക് ആണ് ജനറൽ ടൂറിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മോട്ടിവേഷൻ ഫോർ കമ്മിങ് എന്നുള്ളൊരു സ്കോപ്പുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മെഡിക്കൽ ടൂറിസം ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൾച്ചറൽ ടൂറിസം നമുക്ക് മാർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ വി ഹാവ് ഫാന്റാസ്റ്റിക് സ്റ്റോറീസ്, ഫാന്റാസ്റ്റിക് ഹിസ്റ്ററി. അത് ഒരു ലോക്കൽ നറേറ്റീവിൽ കൂടി നമുക്കൊരു ഗ്ലോബൽ ഫോർത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ഒരു രീതിയിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. നിള എന്ന രീതിയിൽ നേരത്തെ നിളയുടെ തീരങ്ങളിൽ ഒരു കഥ പറയുന്ന ഒരു ചെറിയ അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് മേഖലയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി അതനുസരിച്ചിട്ടുള്ള ഒരു ഫോക്കസ്ഡ് അറ്റംപ്റ്റ് നടത്തുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത്. അതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടറി അതുപോലെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അല്ല ഒരു വളരെ ബ്രോഡായിട്ട് ഉള്ളൊരു ചെയ്യുമ്പോൾ വി ആർ ഓൺലി കോമ്പീറ്റിംഗ് വിത്ത് അനദർ പ്ലേസ്. അപ്പോൾ അതിൽ പലപ്പോഴും സ്പിൽ ഓവർ ആയിരിക്കും വരിക. അതിന് പകരം വളരെ യുണീക്കായിട്ട് ഇപ്പോൾ കൾച്ചറൽ എന്ന് പറയും. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിനെ കുറിച്ച് അവർ കാണിച്ചത് തെയ്യമാണ്. അപ്പോൾ കേരളത്തിലെ നോർത്ത് കേരളയിലെ കലകൾ ഇപ്പോൾ ഗ്ലോബൽ ലെവലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൾച്ചറൽ സർക്യൂട്ട് ഉണ്ടാക്കുകയും ആ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ, സ്പെസിഫിക് മൊബിലിറ്റി, അവർക്ക് വരുന്ന ടൂറിസ്റ്റിന് വളരെ ഈസിയറായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്, ഡിസേബിൾ ഫ്രണ്ട്ലി, അങ്ങനെ ഒരു ഹോസ്റ്റ് ഓഫ് ആസ്പെക്ട്സ് നമ്മളൊരു സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യാൻ ഒരുപക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൂട്ടായ്മകളും ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ പ്രദേശത്തും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്സും ഉണ്ട്. അവിടെ നിന്നുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുകയാണെങ്കിൽ അതിന് ശരിക്കും നമുക്കൊരു ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് തന്നെ ഒരു യൂണീക്നെസ് ആവാം.
ഈ രണ്ട് കാര്യങ്ങൾ ഓഫ് കോഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി ഗവൺമെന്റ്, പക്ഷേ ഇങ്ങനെ ഒരു വോളണ്ടറി മോഡലിൽ ഡെവലപ്പ് ചെയ്യുകയും ഒരുപക്ഷെ ഒരാളെങ്കിലും അതിനൊരു നേതൃത്വം കൊടുക്കാൻ കഴിയുമായിരിക്കാം. അങ്ങനെ ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ അതൊരു വേറൊരു ഓൾട്ടർനേറ്റ് മോഡൽ ഓഫ് ഡെവലപ്പിംഗ് എ റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ള രീതിയിൽ ഇത് ശരിക്കും ഒരു യുണീക്ക് ലെവലിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ശങ്കർ സാർ, ഒരു ചോദ്യം. നേരത്തെ സാറ് പരാമർശിച്ചതുപോലെ നമ്മളെ അടുത്ത ഗ്ലോബൽ ടൂറിസം ഡെസ്റ്റിനേഷനായി മലബാറിനെ മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ഷോയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയും സഹകരണത്തോടുകൂടി സർഗാലയിൽ നടത്താൻ പോകുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. വളരെ വലിയ ഫീച്ചേഴ്സോടുകൂടി ഒരു പ്രൊജക്ഷൻ മാപ്പിംഗ് ഇതൊക്കെ തുടങ്ങി വലിയ രീതിയിൽ സാങ്കേതികപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഷോ ആണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ ആരൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയും? സർഗാലയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു ഷോ, അത് നമ്മളതിന് ദൃശ്യശ്രാവ്യാഖ്യായിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സൊണൈ ലൂമിയർ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അല്ലെങ്കിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പഴയ കോയിനേജായി മാറിക്കഴിഞ്ഞു. കാരണം ദിസ് ഇസ് ആക്ച്വലി ഇങ്ങനെയൊന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് വിഷൻ അത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു ഷോ ഇല്ല. അത് അൺഡൗട്ടഡ്ലി അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്രൈമറിലി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുകയും ഇത്തരം ഷോസ് ഉള്ള സ്ഥലങ്ങൾ, അതായത് നമ്മളിപ്പോൾ പുരാന കിലയിലുണ്ട്, കൊണാർക്കിലുണ്ട്, റെഡ് ഫോർട്ട്, നമ്മളിപ്പോൾ നമ്മുടെ ട്രാവൻകൂർ പാലസിൽ, ഡൽഹിയിൽ തന്നെയുള്ള ട്രാവൻകൂർ പാലസിലുണ്ട്. ഇതെല്ലാം പ്രൈമറിലി 2-3 പ്രൊജക്ടറൊക്കെ വച്ചിട്ടുള്ള ഒരു നോർമൽ പ്രൊജക്ഷൻ മാപ്പിങ്ങും ഒരു നോർമൽ ലൈനിലുള്ള യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് പലപ്പോഴും നോർത്ത് ഇന്ത്യൻ കമ്പനീസ് ഭയങ്കര വലിയ ഒരു മാർജിൻ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പദ്ധതിയാണെന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, ഇങ്ങനൊരു പദ്ധതിയുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന വടകര ഇരിക്കുന്ന കടത്തനാട് എന്ന് പറയുന്ന പ്രദേശം എത്രയോ കഥകളുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റെപ്പോസിറ്ററി ആണിത്. അത് കടത്തനാടിനെ അറിയാവുന്ന നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവും. അത് കളരി മാത്രമല്ല, നമ്മുടെ ഫോക്ക് ടെയിൽസിൻ്റെയും ഫോക്ക് പെർഫോമൻസസിൻ്റെയും ഒക്കെ ഒരു ഹബ്ബാണ്. അതിൽ റിസർച്ച് ചെയ്യുന്ന പുതിയ തലമുറയിലെ ആൾക്കാരും സന്ദേശിൻ്റെ ടീമിൽ ഉണ്ട്. അതിലൊരാളാണ് അരുൺ കിഷോർ. അദ്ദേഹം ഇരിപ്പുണ്ട്. ശ്രീമതി കടത്തനാട്ട് മാധവി അമ്മയുടെ ചെറുമകനാണ് അദ്ദേഹം. പുതിയ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നോളജ് എന്ന് പറയുന്നത് ഇത് കളക്റ്റീവ് ഫ്രം ഒരുപാട് ഇന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നുള്ള ഒരു റെപ്പോസിറ്ററി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു വലിയ റിസർച്ച് ടീമിനെ വച്ചുകൊണ്ടാണ് ആക്ച്വലി അദ്ദേഹം കണ്ടന്റ് ക്യൂറേഷന് വേണ്ടിയിട്ട് വന്നത്. സോ ഇതിനെ നമ്മൾ കണക്ട് ചെയ്തത് വെള്ളിയാങ്കല്ലുമായിട്ടാണ്. നമ്മൾ ഇതിലേക്ക് 4 കഥകളാണ് കൊണ്ടുവന്നത്. ഇതിനെ അത്ഭുതപ്പെടുത്തിയത് അത് ശ്രീപ്രസാദും സന്ദേശ് പ്രഭുവും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം അഹോരാത്രം കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് വി ഹാവ് ബീൻ റിയലി ബിഹൈൻഡ് ഇറ്റ്. അതിൽ അത്ഭുതപ്പെടുത്തിയത് ഇതിലേക്ക് അണിനിരന്ന മറ്റ് സാങ്കേതിക പ്രവർത്തനത്തിൻ്റെ പേരുകളാണ്. ഇത് സംവിധാനം ചെയ്യുന്നത് ദേശീയ അവാർഡ് ജേതാവും സംസ്ഥാന അവാർഡ് ജേതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീമതി രേവതിയാണ്. ഇത് സംഗീത സംവിധാനം ചെയ്യുന്നത് AR റഹ്മാനാണ്. അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനായ മ്യൂസീഷ്യനാണ്. ഇതിൻ്റെ ശബ്ദ സംവിധാനം ചെയ്യുന്നതും അന്താരാഷ്ട്ര പ്രശസ്തിയായ മലയാളിയായ ശ്രീ റസൂൽ പൂക്കുട്ടിയാണ്. ഇതിൻ്റെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബാർട്ട് ക്രസ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെ തിയേറ്റർ പെർഫോമൻസ് ചെയ്യുന്നത് റോയ്സ്റ്റൺ ആബേൽ എന്ന് പറയുന്ന കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള എന്നാൽ ഇൻ്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ളൊരു തിയേറ്റർ പേഴ്സണാണ്. ഇതിൻ്റെ ഛായ അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമറ്റോഗ്രഫി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അൽഫോൺസ് റോയ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ അതിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് ULCCS ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ ഡിസൈൻ ചെയ്തത്. അതും വടകരയാണ്. ഇവിടെ നിന്ന് നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക്, ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലത്തേക്ക്, ഒരുപക്ഷെ ഒരു പിവട്ടൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മലബാർ ടൂറിസം സർക്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ
ഇരിങ്ങലിലെ ആ സ്പേസ് ഹോമേജ് കൊടുക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നതും നശിക്കപ്പെട്ടതുമായ കോട്ടക്കൽ മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ, അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ പറയുന്നുണ്ട്. നമ്മളെ വടക്കൻ കളരി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തച്ചോളി ഉദയനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പുത്തൂരം കഥകളിലെ വീരപുത്രി ഉണ്ണിയാർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഫോക്ക് ടെയിൽസിലെ ഏറ്റവും പ്രാധാന്യമുള്ള കഥകളിൽ ഒന്നായ പൂമാതേ പൊന്നമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു ടൈം ട്രാവൽ പോലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുചിതമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു നറേറ്റീവ് സ്റ്റോറി. നമ്മളിപ്പോൾ ഒരു കനകുന്നിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി തപ്പും തൊടിയും കാണിക്കുന്നതല്ല. ഇതിൻ്റെ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ട് മലബാറിലെ സൗണ്ട്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രോജക്റ്റ് ആക്ച്വലി സന്ദേശ് പ്രഭു തുടക്കം കുറിച്ചു. ശ്രീപ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ ആക്ച്വലി ഇവിടുത്തെ ഒരു കഴിഞ്ഞ വർഷത്തെ തെയ്യം സർക്യൂട്ടിൽ നമ്മൾ ഏകദേശം 500-600ഓളം സ്ഥലങ്ങളിൽ പെർഫോമൻസ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച പെർഫോമൻസസ് അദ്ദേഹം ക്യൂറേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കാണാനായി. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ബേസിക്കലി നമുക്കൊരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള, നേരത്തെ സൈ സാർ പറഞ്ഞതുപോലെ ഇത് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി വന്നാലാണ് ഇതിനൊരു ഇത് വരുന്നത്. സോ ബേസിക്കലി നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പലയിടങ്ങളിലേക്ക് ചിതറിക്കിടക്കുന്നതിനെ എങ്ങനെ നമുക്ക് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടേക്ക് വരുന്ന ആൾക്കാരെ നമുക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവളത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോറിനേഴ്സ് എത്ര പേര് വന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ അവിടുത്തുകാർ ചോദിക്കുന്നത് എന്തിനാണ് ഫോറിനേഴ്സ്? സ്പെൻഡിങ് ക്വാളിറ്റി ഉള്ളത് ഡൊമസ്റ്റിക് ആണ്. ഇവിടെയുള്ള ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് പോലെ വരില്ല. കാരണം വരുന്ന ഫോറിനേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പണ്ട് പറഞ്ഞിരുന്ന ദരിദ്ര നാരായണന്മാർ എന്ന് പറയുന്നത്. ഈ വരുന്നവർ മറ്റേ ആ തൂക്കി വിട്ടിരിക്കുന്ന ബാഗിൻ്റെയും ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ ക്വാളിറ്റിയേ ഉള്ളൂ. അവരുടെ കയ്യിൽ സ്പെൻഡിങ് പവർ ഇല്ല. സ്പെൻഡിങ് പവർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ അവിടെ നിൽക്കാത്തത്. റിയൽ സ്പെൻഡിങ് പവർ ഉള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ചെറുപ്പക്കാരാണ്. നമ്മുടെ പുതിയ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു ഓഡിയനാണ്, അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറിയാണ് പണം എന്താണ് നമ്മൾ വളരെ അവരുടെ എക്സ്പീരിയൻസ് വേണ്ടി ചിലവാക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ആണ്, അവർക്ക് വേണ്ടിയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതിനോടൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കടത്തനാട് എന്ന് പറയുന്നത് കളരിയുടെ ഒരു നാട് കൂടിയാണല്ലോ. അപ്പോൾ അതിനെയും കൂടി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അല്ലാതെ സർഗാലയിൽ വരുന്ന മറ്റു പദ്ധതികൾ എന്തൊക്കെയാണെന്നൊന്ന് ബ്രീഫായിട്ട് പറയാൻ കഴിയും? ഞാൻ വളരെ പെട്ടെന്ന് സജി സാർ ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് സാസ്കി പ്രൊജക്റ്റിൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തൊരു ലൊക്കേഷനാണ് സർഗാലയ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏകദേശം ഒരു 100 കോടിയുടെ പദ്ധതികളാണ് അവിടെ നടന്നു വരുന്നത്. അത് വൺ ഓഫ് ദി കമ്പോണൻസ്, മലബാറിൻ്റെ ടൂറിസം ഇതിൽ സാധ്യമായ ഒരുപാട് കമ്പോണൻറ്റിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച പോലെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ മുന്നോട്ട് പോകാം. ആ പ്രൊജക്റ്റിൽ രുചിവൈവിധ്യങ്ങൾക്കൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. പിന്നെ ശങ്കർ രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു വേൾഡ് ക്ലാസ്, ഞങ്ങൾ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ലോകത്തെ ഏറ്റവും മികച്ച പ്രൊജക്ടറുകൾ, ഏറ്റവും മികച്ച വാട്ടർ സ്ക്രീന്, ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ, ഏറ്റവും ലോക്കലായ ബട്ട് സ്റ്റിൽ റിലവൻ്റ് ആയിട്ടുള്ള കഥകൾ, അതേപോലെ തന്നെ നമ്മുടെ മേഖലയിലുള്ള ഏറ്റവും നല്ല കലാകാരന്മാർ, അത് കളരി പ്രാക്ടീസ് ചെയ്യുന്ന 10 പേരുണ്ട്, മ്യൂസിക് നാടൻപാട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള 25 പേരെ, അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 25 പേരെ മുഴുവൻ സമയ തൊഴിലാളികൾ എന്നോ കലാകാരന്മാരെന്നോ ഒന്ന് വിളിക്കുക. അത് തന്നെ ഞാൻ വിചാരിക്കുന്നത് ടൂറിസത്തിലുള്ള റെസ്പോൺസിബിൾ ടൂറിസത്തിലെ പുതിയൊരു മോഡലാണത്. നമ്മൾ സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റിലോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ എപ്പോഴും ആ രീതിയിലാണ് കാണുക. എന്നാൽ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കലാകാരന്മാരാണ്, ഏറ്റവും നല്ല കളരി വിദഗ്ധരാണ്. അപ്പം അത് തന്നെ നമുക്കിനി സജി സാർ സൂചിപ്പിച്ചതുപോലെ റെസ്പോൺസിബിൾ കൾച്ചറൽ അതേപോലെയുള്ള എലമെൻസിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഷിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത്. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്തോറും വളരെ ആവേശഭരിതരാക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് മലബാർ ടൂറിസത്തിലുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബീച്ചുകളുണ്ട്, ഏറ്റവും നല്ല കാടുകൾ, എല്ലാ വൈവിധ്യങ്ങളുള്ള കാടുകളുണ്ട്, പുഴകളുണ്ട്, ജലപാത ഇതിലൂടെ വരുന്നുണ്ട്, തെയ്യം, കളരിപ്പയറ്റ്, കോൽക്കളി, അതുപോലെയുള്ള ഒരുപാട് ഒരു പെർഫോമൻസ് ലാൻഡ്സ്കേപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള
ഒരുപാട് തുടർ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും ഈ പറഞ്ഞ സംഘങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ കലാകാരന്മാരെയൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മൾ പ്രാദേശികമായ ഒരു കലാകാരന്മാർ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെയും കൂടി എംപവർ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി എന്തൊക്കെ ആശയങ്ങളാണ് സർഗാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഉറപ്പായും അതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ഈ പ്രൊജക്റ്റിൻ്റെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട AR റഹ്മാൻ സാർ കഴിഞ്ഞൊരു 4 ദിവസമായി കോഴിക്കോട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കടത്തനാടിൻ്റെ മലബാറിൻ്റെ എത്നിക്കായ സൗണ്ട്സ്, മ്യൂസിക് ഇത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ വടകരക്കടുത്ത് തന്നെയുള്ള ഒരു കോൽക്കളി സംഘത്തിനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്തു. ബദരിയ. അതിലൊരു അത്ഭുതം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് ആ കോൽക്കളി എന്ന് പറയുന്ന കലാരൂപം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ റിതം, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ വോക്കൽസ്, ഇത് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ഒരു അത്ഭുതം നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മളിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒതൻറ്റിക്കായ കലാരൂപങ്ങളുടെ ഒക്കെ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഷോയിൽ 25 കലാകാരന്മാർക്ക്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കലാകാരന്മാർക്കാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പെർമനൻ്റായി തൊഴിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ തിയേറ്റർ പെർഫോമൻസിൽ 25 പേരെ കളരി അറിയാവുന്ന, തിയേറ്റർ അറിയാവുന്ന, നൃത്തം അറിയാവുന്ന, മ്യൂസിക് അറിയാവുന്ന 25 പേരുടെ ഒഡീഷൻ നാളെ സർഗാലയിൽ വെച്ച് നടക്കുകയാണ്. അങ്ങനെ നേരിട്ട് ഈ പറഞ്ഞ കലാകാരന്മാർക്കുള്ളൊരു അവസരം ഈ പ്രൊജക്റ്റിലൂടെ തന്നെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും സർഗാലയ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് മലബാറിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണലായ കലാരൂപങ്ങളുടെ പെർഫോമൻസും ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കുന്നുണ്ട്. ആ വഴിക്ക് നമ്മുടെ നാട്ടിൽ കോഴിക്കോടും മലബാറുമായി നിലനിൽക്കുന്ന തദ്ദേശീയരായ മുഴുവൻ കലാകാരന്മാർക്കും അവരുടെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട സ്പേസായി സർഗാലയം മാറും. അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ഞങ്ങൾ പാരലി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന സമയം ആവുമ്പോഴേക്കും ഈ നാട്ടിലെ കലാകാരന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രമായി സർഗാലയം മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യെസ്, വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ഇനി ഒരു 8 മിനിറ്റും കൂടിയുള്ളൂ. സജി സാർക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാറിനൊന്ന് ഡിസ്കസ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കാം. എടുക്കാം. യെസ്, ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു 8 മിനിറ്റ് സമയമുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹായ്, എൻ്റെ പേര് അഭിരാമി. നമ്മളിപ്പോൾ ഡിസ്കഷനിൽ മലബാർ ടൂറിസം സർക്യൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും പരാമർശിച്ചു കഴിഞ്ഞു. ഹിസ്റ്ററി ആയാലും കൾച്ചർ ആയാലും ഹെറിറ്റേജ് ആയാലും ആർട്സ് ക്രാഫ്റ്റ്സ് എല്ലാം, പിന്നെ നമ്മുടെ ഭക്ഷണം, കോഴിക്കോടിൻ്റെ ഹോസ്പിറ്റാലിറ്റി എല്ലാം സംസാരിച്ചു. എനിക്കതിൽ മിസ്സായി പോയൊരു കാര്യമായിട്ട് തോന്നിയത് ഭാഷയാണ്. മലബാറിൻ്റെ ഭാഷ, പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോടൊക്കെ പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മലയാളമാണ്. അപ്പം അത്രയും വൈവിധ്യമുള്ള ഒരു ഭാഷയും കൂടി നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പുതിയ തലമുറയ്ക്കായാലും അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കായാലും പ്രാദേശികമായ പണ്ടുകാലം തൊട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള വാക്കുകൾ, അതിൻ്റെ വൈവിധ്യം, അതെങ്ങനെ വന്നു എന്നുള്ള ചരിത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ്. കാരണം ഒരു സിറ്റി ഓഫ് ലെറ്റേഴ്സിൽ നാച്ചുറലി ഭാഷ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ നാച്ചുറലി ആ ഭാഷയുടെ വൈവിധ്യങ്ങളും ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഭാഷയും തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടാവും. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല എന്നുള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അത് ഈ നെറേറ്റീവിനകത്ത് ഉള്ളത് തന്നെയാണ്. അതിലൊരു ചെറിയൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ശ്രീപ്രസാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ രേവതിയും റഹ്മാനൊക്കെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ മ്യൂസിക് എന്താണ്, ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഫോക്ക് എന്താണ് എന്നുള്ള എൻ്റെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ കളരി നമ്മളവിടെ പെർഫോം ചെയ്തിരുന്നു. മീനാക്ഷി അമ്മ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള കളരി റഹ്മാൻ്റെയും ഇവരൊക്കെ മുന്നിൽ പെർഫോം ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു റഹ്മാനായാലും അവർക്കൊക്കെ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഓഫ് കോഴ്സ് കളരി, അതേപോലെ തന്നെ ആകർഷകമായി തോന്നിയത് അതിൻ്റെ വായ്ത്താരിയാണ്. ഭയങ്കര മ്യൂസിക്കലാണ്,
ഭയങ്കര റിതമിക് ആണ്. അതിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അപ്പം ആ അർത്ഥത്തിൽ ഭാഷ നേരത്തെ സൂചിപ്പിച്ച കോൽക്കളിയിലും ഇപ്പോൾ കളരിയുടെ വായ്ത്താരിയിലായാലും അതിലൊക്കെ സംഗീതത്തിലൊക്കെ ഭാഷ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറം ചോദിച്ചതുപോലെ നമ്മുടെ ഒരു എല്ലാ വൈവിധ്യങ്ങളും പ്രിസർവ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിലുള്ള സ്മാരകം പൊതുജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതും ഈ സർക്യൂട്ടിൻ്റെ ഭാഗമായി വരേണ്ട സ്പേസുകളിൽ ഒന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭാഷ കൂടെ നമ്മുടെ സർക്യൂട്ടിൽ എന്ത് ചെയ്യപ്പെടും, രേഖപ്പെടുത്തപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? എൻ്റെ പേര് ബസന്ത്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു വലിയ ഭാഗമാണ് കോഴിക്കോടിൻ്റെ ഫുഡ്. ബിരിയാണി, അല്ലെങ്കിൽ നമുക്കൊരു 10 പേരകളുണ്ട്, ഒരു 4 സാഗറുണ്ട്. അപ്പം എന്താണ് ഈ സിറ്റിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി ഇൻ വേസ്റ്റ് ഓഫ് ഫുഡ്? ഇത് ഫുഡിൻ്റെ വേസ്റ്റ്, അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഇനിയും ടൂറിസം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ അത്രയും അധികം ഫുഡ് നമ്മൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടൂറിസം ഓൾസോ. എന്താണ് ഈ നഗരത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് ഹൗ ടൂറിസം ഇസ് ട്രൈയിങ് ടു സോൾവ് ഇറ്റ്? അല്ല, ഒരു സിറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ എപ്പോഴും അതിൻ്റെ എന്തൊക്കെ മേഖലകളിലാണ് അത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്ലാനിങ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേരത്തെ പറയുണ്ടായി കഴിഞ്ഞ 23 കൊല്ലമായിട്ട് എങ്ങനെയാണ് കോഴിക്കോട് വളർന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ലാർജർ ടൂറിസം ഇനിഷ്യേറ്റീവ് വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ ഒരു ജനത ഇവിടത്തേക്ക് വരും. അതിനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വരുത്തേണ്ടത് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും വരുത്തേണ്ട ആവശ്യമുണ്ട്. മാസ്റ്റർ പ്ലാനിൽ പലപ്പോഴും ഇത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈവൻ IT പാർക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വളരെ തൊഴിലവസരങ്ങൾ വന്നു, അതിനോടൊപ്പം തന്നെ ആൾക്കാർ വന്നു. പക്ഷെ അത് ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പ്രോപ്പർ സോണിങ്, പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ ഒരു പാരലായിട്ട് ആ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ സീംസ് അബ്സല്യൂട്ട്ലി. അതൊരു തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ ഇവിടെ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ, സർക്കാരിൻ്റെ പ്ലാനിങ്ങിലും ഇത് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹലോ സർ, എൻ്റെ പേര് സോന എന്നാണ്. ഞാൻ കാലിക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ സർ, ഈ കൾച്ചർ എംഫസൈസ് ചെയ്യുന്നത് ടൂറിസ്റ്റിൻ്റെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കീ ഫാക്ടർ തന്നെയാണ് ഓഫ് കോഴ്സ്. കാരണം ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾ കൾച്ചർ എംഫസൈസ് ചെയ്യുമ്പോൾ പല ഭാഗത്തുനിന്നും, ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും ആ ഫെസ്റ്റിവൽ കാണാൻ എല്ലാവരും പോകുന്നുണ്ട്. ഞാനും ഈ തവണ പോയിരുന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്തിരുന്നു. ഏറ്റവും ക്ലീൻ ആയൊരു വില്ലേജ് എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്തു. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, അവിടെ ഒരു പ്രത്യേകമായൊരു മോണ്യുമെൻറ്റോ വേറെ ഒരു അട്രാക്റ്റീവായ ഒന്നുമില്ല, പക്ഷെ ക്ലെൻലിനെസ് ആണ് ഒരു അട്രാക്റ്റീവ് ഫാക്ടർ. അപ്പം നമുക്ക് എന്താണ് ആ ഒരു സിവിക് സെൻസ്, ആ ഒരു ഡിസിപ്ലിൻ, ആ ഒരു കാര്യം നമ്മളെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുക? എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതൊരു ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട്? ഇവിടെ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഹാപ്പിനെസ്സിലാണ്. നമ്മളിപ്പം നമ്മൾ നിങ്ങൾ പോയ സ്ഥലത്ത് എത്ര മനുഷ്യർ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളം പോലൊരു സ്ഥലത്തിൽ ഇത്രയധികം ആൾക്കാർ, അതായത് നമ്മളെല്ലാ ദിവസവും ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നോക്കൂലേ ഈ റെയിൽവേ പാളത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് എന്താണ് ഇവിടെ ആൾക്കാരില്ലേ, ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ഇത് ഇവിടെ ആശയങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒന്നും ഒരു തരം ഇമാജിനേഷനും കുറവുള്ള ആൾക്കാരല്ല നമ്മുടെ നാട് ഭരിച്ചിട്ടുള്ളതും ഇവർ നിയന്ത്രിച്ചിട്ടുള്ളതും. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷനിൽ ബഹുജന പങ്കാളിത്തം ഭയങ്കരമായിട്ട് വരേണ്ടതുണ്ട്. ഇതൊരു പർട്ടിക്കുലർ അഡ്മിനിസ്ട്രേഷനോ ഒരു പർട്ടിക്കുലർ കോർപ്പറേഷനോ ഒരു ഭരണകൂടമോ ഒന്നും വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ വളരെ റെലവൻ്റ് ആയിട്ട് അവനവൻ കണ്ണാടിയിൽ നോക്കി എല്ലാ ദിവസവും രാവിലെ അവനവൻ്റെ മുറിയെക്കുറിച്ച്, അവനവൻ്റെ ശരീരത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അത് അവൻ്റെ പൊതു ഇടമുണ്ടല്ലോ, അവൻ്റെ പൊതു ഇടം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവനവൻ ആദ്യം ബോധം ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് നിരന്തരമായിട്ട്. പക്ഷേ നമ്മുടെ ഒരു സിവിക് സെൻസിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഈ സ്പേസ് ഒരുപക്ഷെ ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞ് സ്പിക്ക് ആൻഡ് സ്പാൻ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ തീർച്ചയായിട്ടും ഒരു സംവിധാനമുണ്ട്. നമുക്ക് മറ്റിടങ്ങളിൽ ആ ക്ലീൻനെസ് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർ കൂടിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഏത് അൺക്ലീൻ സാഹചര്യത്തിലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന
ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പറ്റും. ഹാപ്പി ആയിട്ടും സുരക്ഷിതമായിട്ടും. ഞാൻ സിക്കിം നോർത്ത് സിക്കിമിലൊരു വില്ലേജിൽ ഷൂട്ടിങ്ങിന് പോയപ്പം അവിടെ വെള്ളമില്ല. വെള്ളം ഒരു ഗ്ലാസ്സിലാണ് കുളിക്കാനുള്ള വെള്ളം കിട്ടുന്നത്. ഗ്ലാസ്സിൽ ഐസൊക്കെയാണ്, പക്ഷെ കുളിക്കാനുള്ള വെള്ളം, ചൂടുവെള്ളം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ്സിലാണ്. അവിടെ പുരുഷന്മാരൊക്കെ മടിയന്മാരും സ്ത്രീകൾ വളരെ ജോലി എടുക്കുന്നവരുമാണ്. അവിടെ കിലോമീറ്ററുകളോളം നടന്നാണ് ഒരു സ്ത്രീ ഈ വെള്ളവും ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് ഭയമില്ല, അവരാരും ആക്രമിക്കുന്നില്ല. അവിടെ ഒരു സംവിധാനവും ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു സംവിധാനവും ഇല്ല. ചൈന ബോർഡറാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ട്രെസ് ഫ്രീ ആക്കുക, നമ്മൾ ഹാപ്പി ആവുക. ഇതിൻ്റെ ഒരു പരിപാടി നമ്മൾ പലയിടത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നുണ്ട്.